ബിഗ് ബോസിലാണെങ്കിൽ ഇപ്പോൾ സമയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ കേട്ടോ. സമയം പുലർച്ചെ 2 മണി. സംഭവം മനസ്സിലായില്ലേ? പുലർച്ചെ 2 മണിക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അത് ഞാനൊന്ന് വർണ്ണിച്ച് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ. അത് അപ്പോൾ ആദ്യം തന്നെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങി. നമ്മൾ പോകുന്ന പാലക്കാട് ഒരു സ്ഥലത്തേക്കാണ്. അത് പറയാൻ ഞാൻ പറഞ്ഞു, ഒരു വർക്കിന്റെ ആവശ്യത്തിനാണ് പോണാണ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനും കൂടെ കൂട്ടിയുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഒരു കടയിൽ കയറിയിട്ട് ഓരോ കട്ടനം അടിച്ച് ഞങ്ങൾ വളരെ ബിസിനസ് സംസാരത്തിൽ അങ്ങ് ഏർപ്പെട്ടു. ഒരേ സമയത്ത് കുടിക്കല്ലേ. ശേഷം 2 ഡബിൾ പുൾസയും മേടിച്ച് ഞങ്ങൾ അടുത്ത കട തേടി പോയി. എന്തിനാ 1 കിലോ പഴം മേടിച്ചു. ഞാൻ ഈ പഴമൊക്കെ മേടിച്ചിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകിരിപ്പ് ഹറാമാണെങ്കിലും 30 ദിവസം നോമ്പ് പിടിക്കുന്നതാണ് എന്റെ ഒരു നിയമം. അങ്ങനെ ഏകദേശം ഒരു 6 മണിയുടെ അടുത്തായപ്പോഴത്തേക്ക് നമ്മൾ തൃശ്ശൂർ സൈഡ് എത്തിയേട്ടാ. ഈ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ കൂട്ടുകാരന് മുള്ളാമുട്ട എന്ന് പറഞ്ഞ അവസാനം ഞങ്ങളൊരു കാട്ടിലെത്തി അവനെ മുള്ളിക്കാൻ നിർത്തിയേട്ടാ. പക്ഷെ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മലയാളികളായ നമ്മുടെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മുള്ളുമ്പോൾ നമുക്ക് മുള്ളാൻ മുട്ടുമല്ലോ. അങ്ങനെ ഞാനും മുള്ളി. ഹാവു എന്ത് സമ്പൽ സമൃദ്ധമായ ഒരു പുലർച്ച. ഹാവു ദേ മയിലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതുപോലുള്ള ഇളം വെയിലുണ്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്യാമറ ഓണാക്കി ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഹായ് ഇതേ സ്പൈഡർമാൻ. ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒരു 10 വയസ്സ് എനിക്ക് കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പോണ വഴിക്ക് എനിക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ തെണ്ടിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നു, ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ഹറാമ്പറമ്പിലെ പിള്ളേരാണെങ്കിലും വൈകുന്നേരം കറക്റ്റ് ബാങ്കിൽ വെക്കുന്ന സമയത്ത് റോഡിൽ നിന്നിട്ടാണെങ്കിലും നോമ്പ് കുറിച്ചേട്ടാ.